ഐ എം അസ്കർ ഹസൻ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന ഒരു ശീലത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പലരും ചെയ്യാറുള്ളത് പത്രവായനയാണ്. പത്രവായന ഒരു വലിയ സംഭവമായിട്ടാണ് പലരും കരുതിയിരിക്കുന്നത്. സത്യത്തിൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് രാവിലെയുള്ള പത്രവായന അത്ര നല്ലതല്ല എന്നാണ്. കാരണം പത്രം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഒരു പരിച്ഛേദമല്ല. ലോകത്തൊരുപാട് നന്മകളുണ്ട്, തിന്മകളുണ്ട്. പക്ഷെ പത്രം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പത്രത്തിൽ കാണുന്നത് ഭൂരിഭാഗവും എന്താണ്? കൂടുതലും നെഗറ്റീവ് വാർത്തകളാണ്. പൊതുവേ നെഗറ്റീവായ കാര്യങ്ങളോട് മനുഷ്യർക്കൊരു പ്രവണതയുണ്ട്, അറ്റൻഷൻ കൂടുതലാണ്. ഇത് മനസ്സിലാക്കിയിട്ട് അറിഞ്ഞോ അറിയാതെയാണ് പത്രക്കാർ നെഗറ്റീവ് വാർത്തകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കൂ, പത്രം വായിച്ചാൽ നമ്മൾ കാണുന്ന വാർത്തകൾ മിക്കവാറും ഈ തലക്കെട്ടായിരിക്കും: ആത്മഹത്യ, വ്യഭിചാരം, ബലാത്സംഗം, കൊലപാതകം, മോഷണ ശ്രമങ്ങൾ. ഇതൊക്കെയാണ് പത്രങ്ങളിലൂടെ നമ്മൾ ആറ്റിക്കുറുക്കിയെടുത്താൽ കിട്ടുന്ന മെയിൻ കണ്ടൻറ്റ്. പോസിറ്റീവായ വാർത്തകൾ പത്രങ്ങൾ കൊടുക്കാത്തതിൻ്റെ കാരണം മനുഷ്യർക്ക് പൊതുവെ നെഗറ്റീവിനോട് ഒരു ത്വരയുണ്ട്. അതിനെ ഈ മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്ന, അവരുടെ എവല്യൂഷനെ കുറിച്ച് പഠിക്കുന്ന സയൻറ്റിസ്റ്റുകൾ പറയുന്നത്, ആദ്യകാലത്ത് മനുഷ്യൻ അവൻ ഇന്നത്തെ സാഹചര്യങ്ങളും സുരക്ഷിതമുള്ള ഒരു സജ്ജീകരണങ്ങളും ഇല്ലാത്ത സമയത്താണ് അവൻ ജീവിച്ചിരുന്നത്. അപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു ഇല അനങ്ങിയാൽ അതൊരു ഹിംസ്ര ജന്തുവാണോ, ഏതെങ്കിലും മൃഗങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ വരികയാണോ എന്ന് തുടങ്ങുന്ന എന്ത് കാര്യങ്ങളിലും സൂക്ഷ്മമായി അലേർട്ട് ചെയ്യുന്ന, എന്താണെന്ന് അന്വേഷിക്കുന്ന ഒരു നെഗറ്റീവിനെ കണ്ടെത്തുന്ന ഒരു മനോഭാവം സ്വന്തം ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആദ്യം മനുഷ്യൻ സ്വീകരിച്ചിരുന്നു. പ്രകൃതിക്ഷോഭങ്ങളായാലും ഇതൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ മനുഷ്യൻ്റെ ഈ നെഗറ്റീവിനോടുള്ള ഒരു അറ്റൻഷൻ കൂടുതൽ കൊടുക്കുന്ന ഈ കഴിവ് പരമ്പരാഗതമായി മനുഷ്യർക്ക് ലഭിച്ചതാണ്. ഇതിനെ അറിഞ്ഞോ അറിയാതെയോ മുതലെടുക്കുകയാണ് പത്രക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നാം പത്രം വായിക്കുന്നതിന് പകരം നാം വായിക്കേണ്ടത് നമ്മുടെ മനസ്സിന് കൂടുതൽ റിഫ്രഷ്മെൻറ്റ് നൽകുന്ന, നമ്മുടെ ആത്മാവിന് കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് 1-2 പേജുകൾ വായിച്ച ശേഷം വേണമെങ്കിൽ പത്രം വായിക്കാം. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മൾ രാവിലെ എണീറ്റ് ചെയ്യുന്ന ആദ്യത്തെ കൃത്യം അത് നമ്മളെ വല്ലാതെ ആ ജീവിതത്തിൽ മുഴുവനായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ പ്രൈമിംഗ് എഫക്റ്റ് എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. നമ്മൾ രാവിലെ എണീറ്റിട്ട് എന്തിലാണോ കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നത് അതിൻ്റെ ഒരു എഫക്റ്റ്, അത് ആദ്യം കിട്ടിയ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിലെ ആ ദിവസത്തെ മുഴുവനും നിലനിൽക്കുമെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ആയതിനാൽ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനും മനസ്സിനുമൊക്കെ വെളിച്ചം നൽകുന്ന സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളോ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളോ വായിക്കുക. അങ്ങനെ മനസ്സിനെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് ജീവിതം തുടങ്ങുവാൻ നാം ഏവരും പരിശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.